വീട് വാർത്തകളിലേക്ക്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ആംബുലൻസിലെ രോഗിയും കാറിലെ യാത്രക്കാരിയുമാണ് മരിച്ചത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കൂനമൂശി സ്വദേശികൾ സഞ്ചരിച്ച കാറുമായിരുന്നു കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു. 5 പേർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പരിക്കേറ്റിരുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് പരിക്കേറ്റവരുടെ സാഹചര്യം എന്താണ്? വിഷ്ണു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തൃശൂർ കാണിപ്പയ്യൂരിന് സമീപം ആംബുലൻസും കാറും കൂടെ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ 7 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിക്കും അതേപോലെ തന്നെ കാറിലുണ്ടായിരുന്ന ഒരാളും അല്പസമയം മുമ്പ് മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്നിട്ടുള്ളത്. അതായത് കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കുഞ്ഞിരാമൻ കണ്ണൂർ സ്വദേശിയാണ്. ഇദ്ദേഹത്തെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ കണ്ണൂരിലേക്ക് പോകുന്നതിനിടയിലാണ് തൃശൂർ കാണിപ്പയ്യൂരിൽ വെച്ച് വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ വാഹനത്തിൽ ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരണപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കാറിലുണ്ടായിരുന്ന കൂനമ്പൂച്ചി സ്വദേശി പുഷ്പയും മരണപ്പെട്ടിട്ടുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റ എല്ലാവരെയും തൃശ്ശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 5 പേരുടെ, അതായത് 2 പേർ മരണപ്പെട്ടു, ശേഷിക്കുന്ന 5 പേരുടെ നിലയും അതീവ ഗുരുതരമാണ്. ഇവരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതായത് ഈ കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതായത് ആംബുലൻസ് വന്ന അതേ പാതയിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. എന്തായാലും ഈ കാറിലുണ്ടായിരുന്ന ഈ അപകടത്തിൽ 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. കാറിൽ യാത്രക്കാരായിരുന്ന 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർ തൃശ്ശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷ്ണു. ശരി, സാനു ആണ് വിവരങ്ങൾ നൽകിയത്.